അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തസ്കിയ എന്ന പേരിൽ സവിശേഷമായ ഒരു ഇസ്ലാമിക പഠന സംരംഭം നമ്മുടെ ഈ ഏപ്പക്കാട് പ്രദേശത്തുള്ള സലഫി പ്രവർത്തകന്മാരുടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മഗ്‌രിബിന് മുമ്പ് തന്നെ ആരംഭം കുറിച്ച ഈ മഹാസമ്മേളനത്തിൽ വ്യത്യസ്തങ്ങളായ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അർത്ഥഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ടി.കെ. അഷ്റഫ് സാഹിബിൻ്റേത് ഇവിടെ നടക്കാനിരിക്കുകയുമാണ്. സഹോദരങ്ങളെ, ഒരു വലിയ പ്രഭാഷണം എന്നതിലുപരി കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു കുടുംബ സംഗമമായി ഇതിനെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ഒരു സന്ദർഭവും സമയവും ഇൻഷാ അല്ലാഹ് പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നിരവധി ജീവിത പ്രശ്നങ്ങളുമായി ഒരു ചെറുപ്പക്കാരൻ ഇനി എന്തു ചെയ്യും എന്ന് ചോദിച്ച് ഇന്നലെ രാത്രി അവൻ്റെ മാതാപിതാക്കളോടൊപ്പം ഏകദേശം 30 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് തൻ്റെ ജീവിതത്തിൻ്റെ പകുതി പിന്നിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ പകുതി ആയുസ്സിലെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇനി എന്തു ചെയ്യും? ജീവിതത്തെ സന്തോഷകരവും സമാധാനകരവുമാക്കി തീർക്കാൻ ഇതുവരെയുള്ള ജീവിത പ്രയത്നങ്ങളെ കൊണ്ട് സാധിക്കാതെ വന്നിരിക്കുന്നു. ഇനി എന്തു ചെയ്യും എന്ന ഒരു ചോദ്യം, അത് അവൻ്റെ മാത്രം ചോദ്യമല്ല, ജീവിതത്തിൽ അനേകം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇത്. അവൻ ആ ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു ഉത്തരം എപ്പോഴും ഒന്നാണെങ്കിലും അപ്പോൾ നമുക്ക് പറയാൻ തോന്നുന്ന ഒരു ഉത്തരമുണ്ടല്ലോ, ഒരു രൂപമുണ്ടല്ലോ. ആ രീതി അനുസരിച്ച് ഞാൻ അവനോട് പറഞ്ഞു: മനുഷ്യൻ്റെ ജീവിതം സന്തോഷകരവും സമാധാനകരവും സൗഭാഗ്യകരവും ആകണമെങ്കിൽ അതിന് വേണ്ടി മാത്രം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള, അത് ഈ ലോകത്തെ സൗഭാഗ്യമായാലും പരലോകത്തെ സൗഭാഗ്യമായാലും അതിനു വേണ്ടി അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു നിയമ സംഹിതയെ, മാർഗനിർദ്ദേശങ്ങളെ, ദീനിനെ ജീവിതത്തിൽ വേണ്ട പോലെ പാലിക്കാതെ
ഒരു സന്തോഷ ജീവിതം കുടുംബത്തിലും ഭാര്യയിലും കുട്ടികളിലും മാതാപിതാക്കളിലും ലഭിക്കും എന്ന് വന്നാൽ പിന്നെ ഈ ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞതിന് എന്താ അടിത്തറ ഉണ്ടാവുക? ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ജീവിച്ചാലും ഇവിടെ ഒരു പ്രശ്നവും പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ, മനോവേദനകളും മനോദുഃഖങ്ങളും ഇല്ലാതെ ഇവിടെ ജീവിക്കാമെന്ന് ഒരാൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ പിന്നെ ഈ ഖുർആനിനും മാർഗനിർദ്ദേശങ്ങൾക്കൊക്കെ എന്ത് വിലയാണുള്ളത്? ആളുകൾ വെല്ലുവിളിക്കില്ലേ, ഇതൊന്നും ആവശ്യമില്ല ഇവിടെ ജീവിക്കാൻ, ഇവിടെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ സമാധാനമായി ജീവിക്കാം, എന്നെ നോക്കിക്കോ എന്നൊരാൾക്ക് പറയാൻ പറ്റാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സ്വകാര്യതകളോ അല്ലെങ്കിൽ രാത്രിയുടെയോ പകലിൻ്റെയോ ഉള്ളറകളോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ കൃത്യമായി നിങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി നിങ്ങൾ തന്നെ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളെ പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് തിരിച്ചു പോവുകയല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേറെ നിർദ്ദേശങ്ങളൊന്നും തരാനില്ല. അപ്പൊ ഇപ്പൊ നിലവിൽ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവൾ അടുത്തൊരു വിളിക്കട്ടെ, എനിക്ക് തിരിച്ചു വരണം, നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നത് വരെ വാപ്പന്റെ ഉമ്മന്റെ അടുത്തല്ലേ, അവൾ അവിടെ താമസിക്കട്ടെ, സമാധാനത്തോടെ താമസിക്കട്ടെ. കുറച്ച് ദിവസം മുന്നോട്ട് പോകുമ്പോൾ അവൾ നിങ്ങളെ വിളിക്കും, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ, എനിക്ക് നിങ്ങളുടെ കൂടെ വരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചർച്ചകൾ നടത്താം, ഉപദേശങ്ങൾ കൊടുക്കാം, നിങ്ങളെ കൂട്ടി യോജിപ്പിക്കാം. പക്ഷെ അവൾ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 10-30 കൊല്ലത്തെ ജീവിതത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധിക്കാത്ത, നിങ്ങൾക്ക് തിരുത്താൻ പറ്റാത്ത, നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റാത്ത നിങ്ങളുടെ ജീവിതത്തെ ദീൻ അനുസരിച്ചുകൊണ്ട് ശരിയാക്കുവാനുള്ള ഒരു ഇടവേളയായി, ഒരു സമയമായി നിങ്ങൾ ഈ ഒരു സമയത്തെ വിനിയോഗിക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളും സംസാരിക്കുന്ന ഞാനുമെല്ലാം ദീനിന്റെ ആളുകളാണ്. പക്ഷെ ദീനിന്റെ ആളുകളാണ് എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ പുലർന്നു വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒരു സ്ഥലത്തും ഒരു പാതിരിക്ക് മുന്നിലും നമ്മൾ ഏറ്റുപറയേണ്ടതില്ല. പക്ഷേ നാം സ്വയം ഒരു പുനരവലോകനം ചെയ്യേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് അതിലെ ഖുർആനിലെ മലയാള പരിഭാഷ എടുത്ത് ഞാൻ അവനോട് പറഞ്ഞു, ഇതും എൻ്റെ ഒരു മനഃശാസ്ത്രമാണെന്നൊന്നും വിചാരിക്കരുത്, ആയത്ത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഞാൻ സൂറത്തു താഹയിൽ നിന്ന് പച്ച മലയാളത്തിലുള്ള ഒരായത്തിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഞാൻ കാണിച്ചു കൊടുത്തു. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. എന്റെ ഉത്ബോധനങ്ങളെ ആരെങ്കിലും അവഗണിച്ച് ശ്രദ്ധിക്കാതെ അവഗണിച്ചു പോയാൽ അവന് കുടുസായ ഒരു ജീവിതമുണ്ടാകും. ആ കുടുസായ ജീവിതത്തിൽ കിടന്നിട്ട് അവൻ നമ്മളോട് ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇത്രയും കാലമായിട്ടൊരു സുഖവും സമാധാനമൊന്നും വന്നില്ല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവനോട് ഇതല്ലാതെ മറ്റെന്തുത്തരമാണ് സഹോദരങ്ങളെ പറയാനുള്ളത്? ഈ ഉത്തരം മാത്രമേ പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, നമുക്ക് സംഭവിച്ച ഒരു അബദ്ധത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ എൻ്റെ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ അബദ്ധമെന്ന് ചോദിച്ചാൽ, ഇസ്ലാം പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ്. നമ്മൾ ചെയ്താൽ പോരാ, ശരിയായ വിശ്വാസത്തോടുകൂടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യണം. പരലോകവുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യവും ഇസ്ലാമിലില്ല. പരലോകവുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യവും ഇസ്ലാമിലില്ല. ആ വിശ്വാസത്തിന്റെ അടിത്തറയിലല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിനും പരലോകത്ത് ഫലമില്ലെന്ന് മാത്രമല്ല, ആ പ്രവർത്തനങ്ങൾക്കൊന്നും അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കില്ല. ഞാൻ വളരെ ലളിതമായ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ നിങ്ങൾ അയൽപക്കത്ത് പോയിട്ട് കുറച്ച് പണം കടം ചോദിച്ചു. അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, അയൽവാസിയാണ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ വിളിക്കേണ്ട ആളാണ്, എൻ്റെ അടുത്ത് കാശുണ്ട് എന്ന് ഇയാൾക്ക് അറിയാം, എന്നാൽ കൊടുത്തു. 1,00,000 രൂപ ചോദിച്ച പോലെ വായ്പ കൊടുത്തു, തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അയാൾക്ക് സ്വതക്ക കൊടുത്തു, നീ ബുദ്ധിമുട്ടല്ലേ, ഇതാ 1,00,000 റുപ്യ ഇന്നെ ബുദ്ധിമുട്ട് നീ എടുത്തോ. സുഹൃത്തുക്കളെ, അത് കൊടുക്കുന്ന സന്ദർഭത്തിൽ അയാൾ ഈ കൊടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഈ പണം കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന
അയാളിൽ നിന്ന് കിട്ടിയ ചില ഉപകാരങ്ങളാണ് ഇയാൾ പ്രതീക്ഷിച്ചതെങ്കിൽ നമ്മൾ അയാളിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ പേടിക്കണം. എന്താ പേടിക്കേണ്ടത്? നിങ്ങൾ അയാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും. നമ്മൾക്ക് കണക്കാക്കാൻ പറ്റാത്ത വഴികളിലൂടെ നമ്മളെ ബുദ്ധിമുട്ടിക്കും. നമ്മൾ ആ അയൽപ്പക്കത്ത് താമസിക്കുന്നിടത്തോളം കാലം ആ വായ്പയുടെ ദുരന്തം, ആ സ്വതക്കയുടെ ദുരന്തം ജീവിതകാലം മുഴുവൻ നമ്മൾ അനുഭവിക്കും. ഞാൻ ചെറിയൊരു മനഃശാസ്ത്രം നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊക്കെ അറിയണേ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കൈയഴച്ച് സഹായിച്ചു നോക്കിയിട്ടുണ്ടോ? കിട്ടുന്ന പണമൊക്കെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും അനുജന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും മരുമക്കൾക്കൊക്കെ വേണ്ടി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സാധാരണ നമുക്ക് ഔദാര്യവും സ്നേഹമൊക്കെ കൊടുത്താൽ അവർ നമ്മുടെ മിത്രങ്ങളാവല്ലേ വേണ്ടത്? അവരാവും ആരാവട്ടെ, ബന്ധുക്കളൊന്നും ആവണ്ട. നമ്മുടെ അകമഴിഞ്ഞ് സഹായിച്ചവർ പിൽക്കാലത്ത് നമ്മുടെ ശത്രുക്കളാവുന്നത് എന്തുകൊണ്ട്? നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന മനസ്സിലെ ഒരു ചോദ്യമാണ്. വയോധികനായ എൻ്റെ ഒരു ഗുരുനാഥൻ പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളെപ്പറ്റി ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ അയാളെ സഹായിച്ചിട്ടില്ലല്ലോ എന്നാ പറയും. സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ശത്രുത രൂപപ്പെട്ടു വരൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്താ സുഹൃത്തുക്കളെ, ഔദാര്യങ്ങൾ കൊടുത്തവരും അതേപോലെ തന്നെ പണം കൊടുത്തവരും എന്തിനാ ശത്രുക്കളാവുന്നത്? അതിൻ്റെ മനസ്സെന്താ? നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് കടപ്പാടില്ല. തെറ്റാത്തടത്തോളം കാലം വാങ്ങിയവനോട് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഔദാര്യങ്ങൾ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാക്കിയാൽ തെറ്റിയാൽ പിന്നെ നമ്മളെ മുഖത്തേക്ക് നോക്കണ്ടല്ലോ. അതാണ് ആ കടപ്പാട് ഒഴിവാക്കാൻ വേണ്ടി, വിധേയത്വം ഒഴിവാക്കാൻ വേണ്ടി, അയാളോടൊന്നൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന നമ്മൾ കണക്കില്ലാത്ത പണം കൊടുത്തവരും സഹായിച്ചവരും നിസ്സാര കാര്യങ്ങൾക്ക് നമ്മളോട് പിണങ്ങും. കാരണം വലിയൊരു ഉപദ്രവമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നൊരു വചനമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും നിഷ്ഫലമാക്കി കളയരുത്. നിങ്ങൾ ആർക്കെങ്കിലും വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓലെ ബുദ്ധിമുട്ടിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഫലം കളയരുതേ എന്നാണ്. ആയത്ത് മുഴുവൻ വായിക്കണം. കല്ലദീയും ഏതെങ്കിലും ഒരുത്തൻ പണം കൊടുത്തിട്ട് തൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിയവനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അവൻ ബഹുമാനിക്കാത്തതിൽ പരാതി പറയുകയും അവനോ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും അവനത്ത് പല ആനുകൂല്യങ്ങളും പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പണം കൊടുത്തത് ആളുകളെ കാണിക്കാനാണ്. അവൻ പരലോകത്തിൽ വിശ്വസിച്ചു കൊടുത്തതല്ല. അവൻ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല. വലായുമിനു ബില്ലാഹ്, അല്ലാഹുവിൽ അവൻ വിശ്വസിക്കുന്നില്ല. പരലോകത്തിലും വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും അവൻ വിശ്വസിക്കുന്നില്ല. ഫമതലുഹു കമതലി സഫ്വാനിൻ അലൈഹി തുറാബ് ഫഅസ്വാബഹു വാബിൽ. അവന്റെ സ്വതക്കന്റെ കാര്യം എങ്ങനെ വെച്ചാൽ, പാറമ വല്ല മണ്ണ് ഒട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല മഴയും പെയ്താൽ ആ പാറമത്തെ മണ്ണാണ് ക്ലീനായി പോണത് പോലെ ഇവന്റെ ഔദാര്യങ്ങൾക്കൊന്നും ഒരു കാര്യം പരലോകത്ത് കിട്ടൂലെന്നാണ്. നോക്ക് നിങ്ങൾ എത്ര വ്യക്തമായിട്ട്. എന്തിനാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് കർമ്മവും നിഷ്കളങ്കവും അതേപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ ഫലവും കിട്ടണമെങ്കിൽ അത് പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യണം. അല്ലാതെ ചെയ്താൽ ഒരു പ്രതിഫലവും ഒരു കാര്യത്തിനും കിട്ടില്ല. ഇനി മാത്രല്ല, പരലോകത്തെ മുൻനിർത്തി ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും ആ ചെയ്ത കാര്യം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനവും ലക്ഷ്യവും ലഭിക്കുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു സൂറത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചാൽ ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന ആശയം നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും. മതത്തെ കളവാക്കുന്നവർ എന്നാണ് പൊതുവെ അർത്ഥം പറയാറ്. ആ അർത്ഥം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ മുഫസ്സിരീങ്ങളായ ആളുകൾ കൂടുതൽ മുൻഗണന കൊടുത്തതും കൂടെ പറഞ്ഞതും പരലോകത്തെ കളവാക്കുന്നവരെ നീ കണ്ടില്ലയോ എന്നാണ്. യൗമുദ്ദീൻ എന്ന് പറയണ ദീൻ, പരലോകത്തിൽ വിശ്വസിക്കാത്ത കളവാക്കുന്നവരെ നീ കണ്ടില്ലയോ എന്നാണ്. എന്താ സുഹൃത്തുക്കളെ പരലോകത്തെ കളവാക്കുക എന്ന് പറഞ്ഞാൽ? പരലോകത്തെ കളവാക്കുക എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും പരലോകം ബോധ്യമുള്ളവനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞ അടുത്ത വാക്കെന്താണ്?
ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥകളെ ആട്ടിയോടിക്കുന്നവൻ. എന്താ അനാഥയെ ആട്ടിവിടുന്നവൻ എന്ന് പറഞ്ഞാൽ? സുഹൃത്തുക്കളെ, ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള ആൾക്കാരോട് മാന്യമായി നിൽക്കാൻ എല്ലാവർക്കും പറ്റും. ഒരു മുതലാളി വന്നാൽ ബഹുമാനിച്ച് നിൽക്കാൻ, ഒരു MLA വന്നാൽ ബഹുമാനിച്ച് നിൽക്കാൻ, നല്ല തറവാടിയായ ഒരു പണക്കാരൻ്റെ മകനെ കണ്ടാൽ തലയിലൊന്ന് തലോടാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാത്ത വാപ്പ മരിച്ചുപോയ ഒരു പിഞ്ചു പൈതലിൻ്റെ തലയിൽ തലോടി അവനോട് സ്നേഹം കാണിക്കണമെങ്കിൽ പരലോകമുണ്ട് എന്ന് മനസ്സിലുണ്ടെങ്കിലേ പറ്റൂ. മനസ്സിലായി? എത്ര കൃത്യമാണ് ആ ഖുർആന്റെ വാക്കുകൾ. അല്ലാത്തവർക്ക് അവിടെ ഇടപെടാൻ പറ്റൂല. ആ അനാഥന്റെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായ ഒരു നിലപാട് ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ തീ ഇങ്ങനെ ദേഹത്ത് രോമത്തുമ്മ തട്ടുന്ന പോലെ അവനിങ്ങനെ തോന്നും. അനാഥന്റെ സ്വത്തുമ്മേ, അവന്റെ അതിരുമ്മേ, അവന്റെ പണത്തുമ്മേ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ ചെയ്യേണ്ടി വരുമ്പോൾ പരലോകം അവന്റെ മനസ്സിൽ എന്ത് ചെയ്യും? ഒരു വേദനയായി വരുന്നതാണ്. പിന്നെ അതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് അല്ല വേണ വാക്കുകൾ നമ്മൾ കേൾക്കണം. ഇത് ബോധ്യമില്ലാത്ത ഒരുത്തൻ അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിസ്കരിക്കാൻ നിന്നാൽ ആ നമസ്കാരം പോലും അവനു നാശം. പരലോകത്തെ മുൻനിർത്താത്ത നമസ്കാരം അവനു നാശം. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. എന്താ സുഹൃത്തുക്കളെ നിസ്കരിക്കുന്നവർക്ക് നാശം? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എല്ലാവരും വിചാരിച്ചു നിസ്കാരത്തിൽ മനസ്സിന്റെ ശ്രദ്ധ മാറി പോകുന്നതാണ് എന്ന. സുഹൃത്തുക്കളെ, അതല്ല. അതിന്റെ അർത്ഥം ശരിക്കും നമ്മൾ ഖുർആന്റെ തഫ്സീർ വെച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മളെ നിസ്കാരം പോലും പരലോകത്തെ മുൻനിർത്തിയിട്ടല്ല എന്ന് പറയേണ്ടി വരും. എന്തേ പണ്ഡിതന്മാർ പറഞ്ഞു? സുഹൃത്തുക്കളെ, വക്തായ നിസ്കരിക്കും. പരലോകത്തെ മുൻനിർത്തി നിസ്കരിക്കുന്നവൻ സമയമായാൽ നിസ്കരിക്കും. നിസ്കാരത്തിന്റെ ഒരു റുക്കിന് പോലും അവൻ നഷ്ടപ്പെടുത്തില്ല. അവൻ ഒന്നുവെടുക്കുമ്പോൾ പൂർണ്ണമായി ഒന്നുവെടുക്കും. അവൻ വൃത്തിയാക്കുമ്പോൾ പൂർണ്ണമായി വൃത്തിയാക്കും. അതിന്റെ റുക്കിനുകൾ പാലിക്കും, സമയനിഷ്ഠ പാലിക്കും, അതിന്റെ ഖിബില അവൻ ശ്രദ്ധിക്കും. എല്ലാം ശ്രദ്ധിച്ച നിസ്കാരാണ് ഉണ്ടാവുക. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന്റെ നിസ്കാരത്തിലോ സുഹൃത്തുക്കളെ ഒന്നുണ്ടാക്കിയിട്ട് നിസ്കരിച്ചു എന്ന് മനസ്സിക്ക് ഒരു ആശ്വാസം കിട്ടിയാൽ മതി, വേറൊന്നും ആവശ്യമില്ല. എന്നിട്ട് അള്ളാഹു പറയണ എന്താ അറിയോ? ഇവന്റെ സമ്പത്ത് അവൻ ചെലവഴിക്കൂല എന്ന് മാത്രല്ല, വേറെ ഒരുത്തന്റെ വിഷമം കാണുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യൂ സുഹൃത്തെ എന്ന് മറ്റൊരുത്തനോട് പറയില്ല. പിന്നെ അത്രയല്ല, ഒന്നും കൂടി വിശാലമായിട്ട് അള്ളാഹു പറയാണെന്ത്? നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തിരിക്കുന്ന ഒരു ചട്ടിയോ പാത്രമോ അയൽവാസി വന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ആലോചിക്കും, ഓനിപ്പത് കൊടുത്തിട്ട് ഇപ്പൊ എനിക്കെന്താ കാര്യം? അവനിപ്പത് കൊടുത്തിട്ട് എനിക്കെന്താണ് കാര്യം? എന്റെ കാർ അവന്റെ ഉമ്മനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്റെ കാറിന്റെ ചാവി കൊടുത്താൽ എനിക്കെന്തു കാര്യം എന്ന് മനസ്സിൽ തോന്നുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, പരലോകം നമ്മുടെ മനസ്സിലില്ല. പരലോകം നമ്മുടെ മനസ്സിലില്ല. അതുകൊണ്ട് ആവർത്തിച്ച് പറയല്ല, നമ്മളൊക്കെ ശരിക്കും ഖുർആൻ പഠിച്ച് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത് പരലോകമാണ്. എത്ര ആയത്തുകളിലാണ് സുഹൃത്തുക്കളെ പറയണത്. ഞാൻ കഴിഞ്ഞ ദിവസം CRE ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ വന്ന കുട്ടികളോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, അല്ല, മരിച്ച ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? മരിച്ച ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഒരാളല്ലാത്തവരൊക്കെ പറഞ്ഞു തിരിച്ചു വന്നിട്ടില്ല എന്ന്. നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നി എന്ന് എനിക്കറിയില്ല. മരിച്ച ആളുകൾ തിരിച്ചു വന്നതിനെ കുറിച്ച് 5 സംഭവങ്ങൾ സൂറത്തു അൽ-ബഖറയിലുണ്ട്. 5 സംഭവം അൽ-ബഖറയിലുണ്ട്. മരിച്ച ആള് തിരിച്ചു വന്നതിനെ കുറിച്ച് പറയുന്ന 5 സംഭവം അൽ-ബഖറയിലുണ്ട്. വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. വഇദ് ഖതൽതും നഫ്സ, നിങ്ങൾ ഒരാളെ കൊന്നുകളഞ്ഞു. ഫദ്ദാറതും ഫീഹാ, എന്നിട്ട് ആ കൊന്നത് ഞാനല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറി. പക്ഷേ ഒഴിഞ്ഞു മാറി ഈ കൊല്ലപ്പെട്ട വ്യക്തിക്കും കൊന്ന വ്യക്തിക്കും അറിയുള്ളൂ ആരാണ് കൊന്നത്. അപ്പൊ അള്ളാഹു എന്ത്? കൊല്ലപ്പെട്ട ആള് മരിച്ചില്ല, അയാളിഞ്ഞിപ്പോൾ അറിയില്ല. കൊന്നോൻ എന്തായാലും തൻ്റെ കുറ്റം ഏറ്റു പറയൂല. അപ്പൊ അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഒരു മാംസ കഷ്ണം കൊണ്ട് ആ മരിച്ച ആളെ ദേഹത്ത് അടിച്ചു. അപ്പൊ അയാൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് ആരാ കൊന്നതെന്ന് പറഞ്ഞു. ഖുറാനിലുണ്ട്, നമ്മൾ ഓതിയതാണ്, നിങ്ങളൊക്കെ ഓതിപ്പോയ ആയത്താണ്. ആയിരക്കണക്കിന് ആളുകൾ മരണത്തെ പേടിച്ച് വീടുകളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക്.
പേടിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ അള്ളാഹു അവരെ മുഴുവനും മരിപ്പിച്ചിട്ട് അവരെ അള്ളാഹു രണ്ടാമത് എഴുന്നേൽപ്പിച്ചു. ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അള്ളാഹുവിൽ വിശ്വസിക്കൂല, അള്ളാഹുവിനെ ഞങ്ങൾ പരസ്യമായി കാണാതെ പടച്ചോനെ ഞങ്ങൾക്ക് കാണിച്ചെന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ. അപ്പം അള്ളാഹു എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ അവരെ മുഴുവനും ആ പറഞ്ഞ ആളുകൾക്കൊരു സായിക്കത്ത് കൊടുത്തിട്ട് അവരെ മരിപ്പിച്ചു. മരിക്കുമ്പോൾ ഒരുത്തം മരിക്കുന്ന മറ്റോ അങ്ങനെ കാണും, വാൻതും തന്തൂറും എല്ലാവരും നോക്കി കണ്ടുകൊണ്ടാണ് മരിച്ചത്. എന്നിട്ട് അള്ളാഹു അവരെ ജീവിപ്പിച്ചു. 5 സംഭവം. ഞാനിത് പറഞ്ഞത് എന്തിനാറിയോ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എന്തിനാണ് ഇത്രയധികം സംഭവങ്ങളും കാര്യങ്ങളും ഇതിനെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് മനസ്സിൽ ബോധ്യപ്പെടാതെ സുഹൃത്തുക്കളെ ഒരു കണ്ണ് കാണാത്ത മനുഷ്യന് കൊടുക്കുന്ന 10 രൂപൻ്റെ ഫലം പോലും പരലോകത്ത് കാണൂല. ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഈ ബോധം മനുഷ്യനെ യഥാർത്ഥത്തിൽ ചിന്തിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. എത്ര തെളിവാണ് പറഞ്ഞ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ. മരിച്ചവർ തിരിച്ചു വരുമെന്നതിന് എത്ര തെളിവാണ്. ഇന്നഹു ഹുവയുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ്. ഇന്നഹു ഹുവയുബ്ദിഉ വയുഈദ്. ആദ്യം ഉണ്ടാക്കുന്നവനാണ്, വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നവനാണ്. ആദ്യം സൃഷ്ടിച്ചവനെ പിന്നെ സൃഷ്ടിക്കാൻ പറ്റും. ഉദ്ദേശിക്കുന്നത് എന്തും തടസ്സം കൂടാതെ ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹു. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറായിബ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ. മനുഷ്യൻ ആലോചിക്കട്ടെ എന്തെന്നാണ് അവനെ സൃഷ്ടിച്ചെന്ന് ചിന്തിക്കട്ടെ. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കുന്ന ഒരു പിതാവിൻ്റെ ദേഹത്തു നിന്ന് വരുന്നൊരു ഇന്ദ്രിയത്തുള്ളി, അതിലൊരു ബീജാണെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണൂല. ആ സാധനം ഉമ്മൻ്റെ അണ്ടാശയത്തിനോട് ചേർന്ന് അണ്ടവുമായി യോജിച്ചൊരു കുഞ്ഞായി മാറുകയാണ്. എൻ്റെ കുട്ടിക്ക് എൻ്റെ ഭാവം, എൻ്റെ നെറ്റിത്തടം, എൻ്റെ കണ്ണുകൾ, എൻ്റെ സ്വഭാവം, എൻ്റെ ഛായ, അതാ കുട്ടിയിലേക്ക് പകരാൻ എന്തുള്ളവരങ്ങൾ നിസ്സാരമായൊരു ബീജാണു. ആ ബീജാണുവിലൂടെ അള്ളാഹു ഒരു മനുഷ്യന്റെ സ്വഭാവം അടക്കം മറ്റൊരാളിലേക്ക് പകർത്തുമെങ്കിൽ സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളൊക്കെ മണ്ണിലണ്ട് ഇല്ലാതായി പോയാൽ മണ്ണിലണ്ട് ദ്രവിച്ചു പോയാൽ മണ്ണിന്റെ ഏതെങ്കിലും ഒരു അംശത്തിൽ നമ്മുടെ ഒരു അംശത്തിന്റെ ചെറുത് മതി, ഒരു ചെറിയ കണിക മതി. അതിന്ന് നിങ്ങളെയും നമ്മളെ കർമ്മങ്ങളെയും ജീവിതത്തെയും മൊത്തം അള്ളാഹു കൊണ്ടുവരും. ഞാനിത് ആമുഖമായി പറയാൻ കാരണം ഈ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാനാണ്. ഇതെല്ലാറ്റിലും വേണം. ഞാൻ നിങ്ങളോട് ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയാണ്. ഇപ്പം നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ ഏറ്റവും നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ നമ്മുടെ കുടുംബം. ഞാൻ പറഞ്ഞ ഈ കുടുംബ ജീവിതത്തിലും യഥാർത്ഥത്തിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു അധ്യായം തന്നെ ഹദീസിൽ കാണാൻ പറ്റും. നിങ്ങളൊക്കെ മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ അറിയോ, അതായത് നമ്മൾ ചിലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ദീനാറ് ഏതാണെന്നറിയോ? ഏറ്റവും അധികം ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് കൊടുത്തു, ഒരാളൊരു മിസ്കീന് കൊടുത്തു. എന്തിന് കൊടുത്താലും നാം നമ്മുടെ സ്വന്തം മക്കൾക്കും കുടുംബത്തിനും ചെലവഴിക്കുന്ന അത്ര പ്രതിഫലം വേറെ ഒന്നിനും ഇല്ല എന്നാണ് ചെലവഴിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഗൾഫിൽ നിന്ന് തൻ്റെ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി 40 കൊല്ലം കഷ്ടപ്പെട്ടവൻ വീട്ടിക്ക് ചെലവിന് അയച്ചു കൊടുത്ത പൈസ നമ്മൾ സദക്ക കൊടുക്കുന്നതിനേക്കാളും പുണ്യമുള്ളതാണ് എന്ന് പറയാൻ അധ്യായമുണ്ട് സുഹൃത്തുക്കളെ ഹദീസിൽ. അധ്യായങ്ങളുണ്ട് ഹദീസിൽ. നാം മനസ്സിലാക്കേണ്ടത് ഒരു പരലോകത്തെ മുൻനിർത്തിയാണ് ചെലവെടുക്കുന്നത്. ഏത് ഒരു കേക്കോ ഒരു അലുവയുടെ കഷ്ണമോ കടയിൽ നിന്ന് വാങ്ങി വന്ന് ഭാര്യക്ക് കൊടുക്കുന്നത് പോലും കൂലി കിട്ടാൻ. അതാ ഇസ്ലാം, കൂലി കിട്ടാൻ. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലുണ്ടോ സുഹൃത്തുക്കളെ? ഈ തസ്കിയയുടെ മഹാസംഗമത്തിൽ നാം മനസ്സിനോട് ചോദിക്കണം. അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെങ്കിലോ ആ കൂലി ഇല്ലതാനും. ആ ഉദ്ദേശം ഇല്ലെങ്കിൽ ആ കൂലില്ല. ചോര നീരായി ഒരാൾ രാവിലേക്ക് ഈ വേനൽ ചൂടിൽ പണിക്ക് പോയാൽ എത്ര ഇടങ്ങേറായിട്ട് സുഹൃത്തുക്കളെ വൈകുന്നേരമാക്കി ആ പൈസയിട്ട് വരുന്നത്. ഈ കഷ്ടപ്പെട്ട് നേടിയത് സ്വന്തം മക്കൾക്ക് മീനും ഇറച്ചിയും അരിയും വാങ്ങി തുണിയും ഉപ്പായം വാങ്ങിക്കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ചു കൊടുക്കണീന് ഒരു പാവപ്പെട്ട മിസ്കീന് കൊടുക്കുന്നത് പോലുള്ള പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ
നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാം പരലോകത്തെ മുൻനിർത്തിയാണ്. പരലോകത്തെ മുൻനിർത്തിയല്ലാത്ത ഒരു പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിലാവില്ല. എനിക്ക് ഉദാഹരണം പറയാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും പാലിച്ചൊരു കാര്യമാണ് മാതാപിതാക്കളെ നോക്കുക. ഈ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് സുഹൃത്തുക്കൾ, അത് സംരക്ഷിക്കുന്നവർക്കറിയാം. അധികവും ഇത് സംരക്ഷിക്കേണ്ടി വരും ആരാന്നറിയങ്ങൾ മരുക്കളാണ്. അവർ പ്രസവിച്ചവരല്ല. അവർ മകൻ്റെ ഭാര്യയായി വീട്ടിലെത്തിയെന്ന് മാത്രമുള്ളൂ. അധിക ഉമ്മമാരും വാപ്പമാരും ഇന്ന് താമസിക്കുന്നത് ആരുടെ അടുക്കലാന്ന് ചോദിച്ചാൽ മരുമക്കളുടെ അടുക്കലാണ്. പെമ്മക്കളില്ലാഞ്ഞിട്ടല്ല, ആൺമക്കളില്ലാഞ്ഞിട്ടല്ല, മരുമക്കളാണ്. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ OP ടിക്കറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ മകൾ എന്നല്ല, മരുമകൾ എന്നാ പറയാം. നമ്മുടെ നാട്ടിലത്തെ സമ്പ്രദായം അനുസരിച്ച് പ്രത്യേകിച്ചും സുഹൃത്തുക്കളെ, ഒരു പരിധിവരെയൊക്കെ ഒരു ഊർജം വാപ്പയ്ക്ക് നോക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഖുർആൻ ക്ലാസ്സിനും ജുമാക്കൊക്കെ സ്ഥിരം വരാറുള്ള ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ജുമാക്ക് ഞാനും എൻ്റെ ഭാര്യയും പോകുമ്പോൾ ഞങ്ങളുടെ വാഹനത്തിൽ കയറി. അപ്പോൾ അവർ പറയുന്ന ഒരു വാക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, വലിയ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഉമ്മ ഒരു മകൾ മാത്രം ഉമ്മനെ നോക്കണം. ജീവിതത്തിൽ അവർ ഉമ്മനെ നോക്കണം, വേറൊരു പരിപാടി നടക്കും. എന്നുവെച്ചാൽ മലവും മൂത്രവും എല്ലാം കട്ടിലിൽ, എല്ലാം വിരിച്ചു കിടക്കുന്ന ഷീറ്റിൽ, എല്ലാ സമയത്തും മാനസിക അസുഖമാണ്, ചെന്നിയാണ്, ഒന്നും വിവേകമില്ല. എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ ഒന്ന് മുഖത്ത് നോക്കി മോളെ എന്ന് പറഞ്ഞ് ചിരിക്കാൻ പോലും പറ്റൂല. ചെയ്തു കൊടുക്കന്നെ. ആലോചിക്കണം, നിങ്ങളൊന്ന് മാറി നിൽക്കാൻ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒന്ന് ഉമ്മാനെ നോക്കട്ടോ എന്ന് പറയാൻ ഒന്ന് മാറി നിൽക്കാൻ മറ്റൊരാൾ പോലുമില്ല. അങ്ങനെ ഉമ്മാനെ നോക്കിക്കൊണ്ടിരിക്കാൻ. സുഹൃത്തുക്കളെ, അതിനുള്ളൊരു കരുത്ത് അവർക്ക് എങ്ങനെ കിട്ടുന്നറിയങ്ങൾ? അതിനുള്ളൊരു കരുത്ത് അവർക്ക് ഉമ്മ എന്നെ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ എന്നാലോചിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കുക. നമ്മൾ മിക്കവാറും ആളുകളൊക്കെ അതാ വിചാരിക്കും. ഇത് ഖുർആൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയാണ്. ലോകത്ത് വിശ്വാസമുള്ളവനും ഇല്ലാത്തവരുമായ എല്ലാവർക്കുമുള്ള ഒരാശയമാണ് ഇതെന്ത്, എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ നോക്കാൻ കഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്ത. എന്ന സുഹൃത്തുക്കളെ, ഖുർആൻ ഇവിടെ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ശരിക്ക് ചിന്തിച്ചു പഠിച്ചോളി. ആയത്ത് എവിടെയാണ് അള്ളാഹ് അവസാനിപ്പിച്ചു തരങ്ങള്? അനിഷ്കുർലി വലിവാലിദൈക് ഇലയ്യൽ മസീർ. ഇലയ്യൽ മസീർ, നീ എൻ്റെ അടുക്കലേക്ക് വരേണ്ടവനാണ്, നീ എൻ്റെ അടുക്കലേക്ക് വരേണ്ടവനാണ്. എവിടുന്നോ കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണിനെ വാപ്പനിമ്മനി ഏൽപ്പിച്ചു കൊടുത്ത് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതെ നോക്കാൻ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് പറ്റും. പക്ഷെ നാളെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ എൻ്റെ മുന്നിൽ നീ വരും. ഒരു പരലോകമുണ്ട്, ഒരു വിചാരണയുണ്ട്. സുഹൃത്തുക്കളെ, അതന്നെയാണ് വാപ്പാനിമ്മാനി നോക്കുന്നതിൻ്റെ അടിത്തറ. വാപ്പാനിമ്മാനി നോക്കുന്ന അടിത്തറ നാട്ടുകാരെന്ത് പറയുന്നുള്ളതല്ല, ഇന്നെ നോക്കി വളർത്തിയല്ലോ എന്നുള്ളത് മാത്രമല്ല. സുഹൃത്തുക്കളെ, മനഃപൂർവ്വം അവരുടെ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്തു മറുപടി പറയും എന്ന ചോദ്യം തന്നെയാണ് പ്രധാനം. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ മനുഷ്യൻ ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞ വാപ്പനും ഇമ്മനെയും ഒരുത്തൻ ആത്മാർത്ഥമായിട്ട് നോക്കണമെങ്കിൽ അങ്ങനെ പറ്റൂ. കാരണം ചികിത്സക്ക് ഭാരിച്ച പണം വേണം. ദാമ്പത്യത്തിൽ ഭാര്യയോടൊപ്പമുള്ള സ്വതന്ത്രമായ ജീവിതത്തിൽ പ്രായമായ വാപ്പിമ്മയും തടസ്സമാവും. നമ്മുടെ കുട്ടികളെ വിചാരിച്ച പോലെ പരിചരിക്കാനും പരിലാളിക്കാനും പറ്റാതെ വരും. എന്ത് നഷ്ടം എനിക്ക് പറ്റിയാലും ഇത് പരലോകത്ത് എനിക്ക് തികച്ചതിൻ്റെ പ്രതിഫലം സ്വർഗമായി ലഭിക്കും എന്ന് വിശ്വാസം മനസ്സിലില്ലാത്ത ഒരാൾക്കും വാപ്പനിമ്മനെയും പൂർണ്ണമായ സംതൃപ്തിയോടെയും ഇഷ്ടത്തോടെയും നോക്കാൻ പറ്റൂല എന്നാണ്. ഈ വയസ്സായ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. അത് കുട്ടികളാവുമ്പോൾ അതേ പ്രശ്നം തന്നെയുള്ളൂ. ഒരു കുട്ടിക്കിപ്പോൾ ഒരു 2 വയസ്സായ ഒരു കുട്ടിക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുത്താലും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇടങ്ങാറാകുകയാണെന്ന് ആ കുട്ടി ചിന്തിക്കും? ഒരിക്കലും ചിന്തിക്കൂല. കഴിഞ്ഞൊരു ദിവസം ഒരു സ്ത്രീ 1.5 വയസ്സ് വ്യത്യാസമുള്ള 3 കുട്ടികൾ അയിറ്റാളെ കൊണ്ടാണ്ട് ഇടങ്ങാറായിട്ട് കരയാണ് ആ സ്ത്രീ. എങ്ങനെ ഞാൻ ഇറ്റാളെ നോക്കുക എന്ന് പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ ഈ ഉമ്മൻ്റെ കഷ്ടപ്പാടും കണ്ണീരും മനസ്സിലാക്കാൻ ഈ കുട്ടിക്ക് പ്രായമായിട്ടില്ല. ഉമ്മ ഇടങ്ങാറാകുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഉമ്മനെ ഒന്ന് സഹായിക്കാൻ ആ കുട്ടികൾക്ക് പറ്റൂലല്ലോ.
സുഹൃത്തുക്കൾ, ഇതേപോലെ പ്രായമായ ആൾക്കാർ അവർക്ക് മനസ്സിലാവൂല, നമ്മളെ ഇടങ്ങേർ അവർക്ക് മനസ്സിലാവുകയില്ല. ഇനി എന്ത് ചെയ്തു കൊടുത്താലും മുഖത്ത് ഒരു സംതൃപ്തിയോ സന്തോഷമോ നന്ദിയോ മുഖത്ത് കാണൂല. എന്നിട്ടും നേരം വെളുത്ത് വൈകുന്നേരം വരെയും രാത്രി നേരം വെളുക്കണ വരെയും നോക്കണമെങ്കിൽ സുഹൃത്തുക്കളെ മരിച്ചു പോകും, കബറ് പോകും എന്നുള്ള ബോധത്തിൽ നിന്ന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ പടച്ചോൻ ആ ആയത്ത് അവസാനിപ്പിച്ചപ്പോ പറഞ്ഞത് അനിഷ്കുർലീ വലിവാലിദൈക് ഇലയ്യൽ മസ്വീർ, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യുക, എന്നിലേക്കാണ് നിന്റെ മടക്കമെന്ന്. സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല, അങ്ങനെ നോക്കി നോക്കി നിങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ എന്താ, ഇപ്പോൾ ഭാര്യ പറയുമ്പോൾ ബുദ്ധിമുട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ മാത്രമേ എൻ്റെ ഉമ്മാക്കുള്ളൂ, എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഞാൻ മാത്രമേ മകനുള്ളൂ. എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു നിലക്കും ഓളെ കാര്യം തന്നെ ഞാൻ ചെയ്തു കൊടുക്കണം. പിന്നെ ഓളിൻ്റെ വാപ്പാനിമ്മാനി നോക്കൂ. എൻ്റെ വാപ്പാനിമ്മാനി അവൾ നോക്കണില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവൻ സങ്കടത്തോടെ പറയണം, അവൾക്ക് അങ്ങനെ ഒരു പരിചയം, ഞാൻ എന്തിനാ അവരെ നോക്കണത്, എനിക്കെന്താ അതിൻ്റെ ആവശ്യം എന്നാണ് അവൾ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ദീന് കൊണ്ടല്ലാതെ അതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ ആർക്ക് പറ്റും? ആർക്കും പറ്റില്ല. ഇനിയൊക്കെ ഇങ്ങോട്ട് മക്കളെ കാര്യം നമ്മളൊക്കെ നമ്മളെ മക്കളെ നോക്കുന്നുണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ, എന്തിനാ ഈ മക്കളെ നോക്കുന്നത്? എന്താണ് ഈ അധ്വാനത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? 45 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മെഡിക്കൽ PGൻ്റെ സീറ്റ് വാങ്ങിക്കൊടുക്കുന്നത്. 45 ലക്ഷം രൂപ എൻ്റെ സമ്പാദ്യത്തിൻ്റെ മൊത്തം പറമ്പും പെരയും വിറ്റിട്ട് നമ്മളെ മോനെ നമ്മൾ ഡോക്ടറാക്കുക, മനസ്സിലായി? എന്നിട്ടോനെ അമേരിക്കയ്ക്ക് പോകണം. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും, നമ്മളൊരു പ്രഷറോ നോക്കിത്തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റൂല. പിന്നെ എന്തിനാ നമ്മൾ ഈ കൊടുക്കണത്? പിന്നെ എന്തിനാ സുഹൃത്തുക്കളെ കൊടുക്കണത്? ആ കൊടുക്കുന്നതിൻ്റെ പിന്നിലെ മനസ്സിൻ്റെ ഉദ്ദേശം എന്ത്? അവിടെയാണ്. ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് കുട്ടികൾ മാറുക. അതിൽ യാതൊരു സംശയം. അത് ആളുകൾക്ക് അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. ഞാനിപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു മദ്രസൻ്റെ രക്ഷിതാക്കന്മാരുടെ പാരൻറ്റിൻ്റെ മീറ്റിന് പോയപ്പോൾ അവിടുത്തെ ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പോൾ എന്താ ഉസ്താദ് പ്രസംഗിക്കണ കാര്യങ്ങൾ? ഭയങ്കര പ്രസംഗം. അയാൾ പറഞ്ഞ പ്രസംഗം എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കുത്തി നിറച്ചാൽ കൊണ്ടുവരുന്നത്, ഒരു ഓട്ടോറിക്ഷ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്ക് ശരിക്കും വരാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് എവിടുന്ന പൈസ, എവിടുന്ന വരുമാനം, നമ്മൾ തന്നെ ഫീസ് കുറവാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കയറിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിക്ക് ചെറിയൊരു അംഗവൈകല്യം ഉണ്ട്, എന്നും രാവിലെ ഒരു ഫിസിയോതെറാപ്പിക്ക് പെരിന്തൽമണ്ണക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ 300 റുപ്യ ഓട്ടോറിക്ഷ കൊടുത്തിട്ട് എന്നും നമ്മൾ ഓട്ടോറിക്ഷ ഏർപ്പെടുത്തും. 300 റുപ്യ എന്നും രാവിലെ കൊടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഫിസിയോതെറാപ്പി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അതല്ലേ നമ്മൾ ചെയ്യുക. നമ്മുടെ കുട്ടീനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറഞ്ഞേക്കണമെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു മദ്രസക്ക് വേണ്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അതിനൊരു 500 റുപ്യ മാസം കൊടുക്കുമ്പോൾ എന്തോ ഒരു നഷ്ടബോധം. പിന്നെ മാത്രമല്ല, ചില ആളുകൾക്കൊക്കെ എന്താ വെച്ചാൽ അവരെ ഫീസ് വേറെ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാകുന്ന ഒരു കോലത്തിലാണ് സമീപം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല സുഹൃത്തുക്കൾ. ഇത് എന്തുകൊണ്ടുണ്ടാവണം നിങ്ങൾ? ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ആ കുട്ടിനെ ഞാൻ എന്തിന് നോക്കണം, എന്തിന് വളർത്തണം, എങ്ങനെ വളർത്തണം എന്നതിന് ഒരു വിശ്വാസിന്റെ മനസ്സിൽ പരലോകവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരം വരാനുണ്ട്. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബീമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സുഹൃത്തുക്കളെ, എന്തിനാ മക്കളെ? ഞാൻ എപ്പോഴും പറയും, ഈ കുട്ടിയാളി മക്കളെന്നും സത്യത്തിൽ എന്താരെങ്കിലും ഞമ്മക്കൊന്ന് കളിപ്പിക്കാനും സന്തോഷിക്കാനും കാണാനും ഈ ദുനിയാവൊന്നും കിട്ടുന്നില്ല. നമ്മളെപ്പോഴാണ് വീട്ടിലുണ്ടാകുക സുഹൃത്തുക്കളെ? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അള്ളാഹു പറയണത്, മരിച്ച് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പരലോകത്ത് അള്ളാഹു നൽകുന്ന ഒരു ഓഫർ, എല്ലാ ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള സ്വർഗസ്ഥാനങ്ങളും നരകസ്ഥാനങ്ങളും നിശ്ചയിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്ന ഒരു വാക്കാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങൾ വിശ്വസിച്ചതുപോലെ തൗഹീദും ഈമാനും ദീനും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോളം കർമ്മങ്ങളില്ലെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ്. പരലോകത്തെ നിയമവ്യവസ്ഥ എന്താ സുഹൃത്തുക്കളെ? കുല്ലുംബ്രിയും ബിമാ കസബ റഹീനാണ്. ഓരോരുത്തർക്കും അവൻ ചെയ്തതേ കിട്ടൂ. ആ പരലോകത്ത് അള്ളാഹു എന്ത് പറയുന്നത്? മക്കളെ വാപ്പാരടുത്തേക്ക് എത്തിക്കുകയാണ്. ആ എന്തിനാ എത്തിക്കണത്? മാതാപിതാക്കളും മക്കളും ഒന്നിച്ചു ജീവിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് സുഹൃത്തുക്കൾ. അവിടെ കിട്ടാൻ ഡോക്ടറായാൽ പറ്റൂ,
എഞ്ചിനീയറായാൽ പറ്റൂ. അവിടെ കിട്ടണമെങ്കിൽ എന്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊരു ദീനുണ്ടോ ആ ദീന് അതേപോലെ അങ്ങോട്ട് കോപ്പി എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് മക്കൾക്കാണ് കൊടുക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞു പരലോകത്തെ മുൻനിർത്തി മക്കളെ വളർത്തുന്നവൻ്റെ മനസ്സിലെ ചിന്തയാണ്. ഞാൻ പറഞ്ഞു വേറെയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കാഴ്ചപ്പാടും അള്ളാഹു പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടും തമ്മിലുള്ള വലിയ അന്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ യഥാർത്ഥമായ ഒരു വഴിയിലൂടെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അപകടകരമാണ് ലോകം, അപകടകരമാണ് ലോകം. എൻ്റെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞൊരു കുട്ടി പെരിന്തൽമണ്ണയിൽ മറ്റൊരു കോഴ്സിന് വേണ്ടി പഠിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്നെ ഇവിടെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പോയി, ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കണില്ല. അപ്പോൾ എന്തിയാ ഹോസ്റ്റലിൽ നിൽക്കാക്കണം, അവിടെ പൊടിയും കുടിയൊക്കെയാണെന്ന് എന്ന് പറഞ്ഞാൽ കഞ്ചാവും കള്ളുമാണ് ഹോസ്റ്റൽ റൂമിൽ നിന്നാണ് അവൻ പറയണത്. എന്തേ സുഹൃത്തുക്കൾ ഇതൊക്കെ കണ്ടപ്പോൾ അവൻ ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ എന്താ കാര്യം? അവനെ 2 കൊല്ലം അറബിക് കോളേജിലെ പ്രിലിമിനറിയിൽ പഠിപ്പിച്ചിട്ടാണ് മാതാപിതാക്കൾ അവനെ ആർട്സ് കോളേജിലേക്കും പുതിയ കോഴ്സിലേക്കും പറഞ്ഞയച്ചത്. നല്ലോണം പേടിച്ചോളി സുഹൃത്തുക്കളെ. ബോധപൂർവം നിനക്കറിയില്ല എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ പെടുത്താനുള്ള ശ്രമം. ഒരു ഹോസ്റ്റൽ പോലും ഒഴിവല്ലെന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു ഹോസ്റ്റൽ പോലും ഒഴിവല്ലാണ്. അപ്പോൾ ഇത് മാറി വരണമെങ്കിൽ എന്ത് വേണമെന്നറിയെങ്കിൽ നമ്മൾ ആ കുട്ടികൾക്ക് ശരിയായ അടിസ്ഥാന ബോധം നൽകിയേ പറ്റൂ. ഇപ്പോഴും ആൾക്കാരെ മനസ്സിലെന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ പ്രോഫ്കോൺ അനൗൺസ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ഹയർ സെക്കൻഡറി മീറ്റ് അനൗൺസ് ചെയ്തു, CRA അനൗൺസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ ഗ്രൂപ്പിൻ്റെ ക്ലാസ്സിന് ആൾ വരാൻ വേണ്ടിയുള്ള പരിപാടി ആയിരിക്കും എന്നുള്ള അത്രയും വില കുറഞ്ഞാണ് ആളുകൾ ഇപ്പോഴും ഇതിനെയൊക്കെ കാണുന്നത്. സുഹൃത്തുക്കളെ, സത്യം ഞാൻ പറയാം, ഒരു 3 ദിവസം നിങ്ങളുടെ കുട്ടിനെ ഭക്ഷണം കൊടുത്ത് താമസിപ്പിച്ച് അവന് ഒരു 10-20 കൊല്ലം കൊണ്ട് കിട്ടേണ്ട ഇസ്ലാമിക വിദ്യാഭ്യാസം പൂർണ്ണമായ 3 ദിവസങ്ങളെ കൊണ്ട് അതിന് പറ്റുന്ന പണ്ഡിതന്മാരെ കൊടുന്ന് ഹാജരാക്കി സമയം നിശ്ചയിച്ച് മൈക്ക് വെച്ച് ഫാന് വെച്ച് ഇരുത്തി ചോറ് കൊടുത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ചെറിയ സേവനമാണോ സുഹൃത്തുക്കളെ? ചെറിയ കാര്യമാണോ? അത് കിട്ടുന്ന ഒരു കുട്ടിയിലുണ്ടാകുന്ന മാറ്റം മറ്റൊന്നുകൊണ്ടും ഉണ്ടാവില്ലെന്നാണ് ഏറ്റവും അപകടകരം. ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതാണ്, പൊതുവെ ദീനിൻ്റെ ചിട്ട പാലിക്കാത്ത കൗമാരപ്രായക്കാരും യുവാക്കളുമായ ആളുകളോട് ഞാൻ സാധാരണ ചോദിക്കാറുള്ള 3 ചോദ്യമുണ്ട്. അതായത്, നിങ്ങളിപ്പോൾ നിസ്കാരമൊന്നും അത്ര കൃത്യമായിട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ 3 സ്വഭാവങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താ 3 സ്വഭാവം? ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമുകൾ, കളികൾ, രാവും പകലൊന്നും വ്യത്യാസമില്ലാതുള്ള കളികൾ, എന്തെങ്കിലും കളികൾ ഉണ്ടാവും. അല്ലെങ്കിൽ രണ്ടാമത്തൊരു കാര്യം ലഹരി. മനുഷ്യന് ഏറ്റവും സുഖം നൽകുന്ന 3 കാര്യങ്ങൾ ഒന്നാണത് ലഹരി. എന്തെങ്കിലും സ്മോക്കിംഗ്, അല്ലെങ്കിൽ കഞ്ചാവ്, അല്ലെങ്കിൽ വൈൻ, എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിൽ സെക്സ്, വൃത്തികെട്ട സൈറ്റുകൾ കാണുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ നോക്കി നടക്കുക, എന്തെങ്കിലും വേണ്ടാത്തതുകൾ. ഞാൻ ചോദിച്ചിട്ട് ഒരു ചിട്ടയോടുകൂടെ ജീവിക്കാത്ത ഏത് കൗമാരപ്രായക്കാരിലും ഈ 3 കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, അപകടകരമാണ്. ആൺകുട്ടികളുള്ള രക്ഷിതാക്കന്മാരോട് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങൾ നാളെ വിരൽ കടിക്കും, നിങ്ങൾക്കെതിരെ അവർ നാളെ സാക്ഷി പറയും. ഞങ്ങൾ നടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ അപകടപ്പെടാവുന്ന ചതിക്കുഴികളെ കുറിച്ച് വേണ്ട രൂപത്തിൽ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടില്ല എന്ന് നിങ്ങളുടെ മക്കൾ പറയും. കഴിഞ്ഞ ദിവസം ഒരു മധ്യവയസ്കനായ ഒരാൾ എന്നോട് പറഞ്ഞത് അതാണ്. ഇത്തരം ഒരു തിന്മയിലേക്കും മദ്യപാനത്തിലേക്കും എത്തുന്നതിനെ കുറിച്ചുള്ള ഒരു മുൻകൂർ ബോധം എൻ്റെ വാപ്പ എനിക്ക് തന്നിട്ടില്ല, ഉമ്മ എനിക്ക് തന്നിട്ടില്ല. ഞാൻ പഠിച്ച ഒരു മതസ്ഥാപനത്തിലും എന്നെ അത് ബോധ്യപ്പെടുത്തില്ല. ഒരു കൂട്ടുകെട്ടിൽ ഇതിൽ പെട്ട് ജീവിതം നശിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞു കൊടുക്കലും പഠിപ്പിച്ചു കൊടുക്കലും അനിവാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ബോധ്യപ്പെടുത്തി കൊടുക്കണം, യാതൊരു സംശയവുമില്ല. എന്തൊരു സാഹചര്യങ്ങൾ അത്ര മോശമാണ്. നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള ശ്രദ്ധ മാതാപിതാക്കൾക്ക് വളരെ അനിവാര്യമാണ്. സുഹൃത്തുക്കളെ, 2 കാര്യം പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും രക്ഷിതാവ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നാട്ടുകാരെ വിളിച്ച് സുഹൃത്തുക്കളെ കുറിച്ച് അഭിമാനത്തോടുകൂടി ഒരു കല്യാണ പന്തലിൽ നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് അതിനുള്ളൊരു തൗഫീഖ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ. എന്താ സുഹൃത്തുക്കളെ 2 കാര്യം? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇന്നത്തെ കോളേജിലും സ്കൂളിലൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കൂടിച്ചേരുന്നതിനും പെരുമാറുന്നതിനും സുഹൃത്തുക്കളെ യാതൊരു ലൈസൻസുമില്ല.
യാതൊരു ലൈസൻസും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് വിട്ടുപോകുന്ന സമയത്ത് ആ കുട്ടികൾ ഒന്നിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് വെറുതെ ആ റോട്ടുമക്കത്തൊന്ന് നിന്നാൽ മതി സുഹൃത്തുക്കളെ. നമ്മൾ അന്തം വിട്ടുപോകും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കളിൽപ്പെട്ട ജ്യേഷ്ഠനും അനുജനും ആങ്ങളെയും പെങ്ങളും എങ്ങനെയാണോ സിറ്റ് ഔട്ടിലും മുറ്റത്തും ഡൈനിങ് ഹാളിലും ഇരിക്കുന്നത്, അതുപോലെയാണ് യഥാർത്ഥത്തിൽ കോളേജിൻ്റെ ക്യാമ്പസിലും പുറത്തും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഇടപഴകാൻ ഇസ്ലാമിൽ അനുവാദമില്ല. ഇടപഴകുന്നുവെങ്കിൽ തീർച്ച അവളുടെ മനസ്സിൽ ഒരാൾ സ്വാധീനിക്കപ്പെടും, അവൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി സ്വാധീനിക്കപ്പെടും. അതെൻ്റെ വാക്കല്ല, എല്ലാ ആൺകുട്ടികളും അങ്ങനെ ആയതുകൊണ്ടല്ല. ഫയത്തുമ അല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ള പുരുഷന്മാരുണ്ട്. അവർ ഈ വളരെ അടുത്തുള്ള ഈ ലളിതമായ തന്മയത്വത്തോടുകൂടിയുള്ള സംസാരം കേട്ട് അവന്റെ മനസ്സിൽ പതിഞ്ഞാൽ അത് നിങ്ങളുടെ പെൺകുട്ടിക്ക് ദോഷം ചെയ്യും. അവിടെ പുതിയൊരു ബന്ധമുണ്ടാകും. അവൾക്ക് വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടാലും മതം പരിത്യജിച്ചാലും അവൻ മതി എന്നവൾ വാശി പിടിക്കും. നിങ്ങളെ വീട്ടുമുറ്റത്ത് മുഴുവനും നിങ്ങൾ അപമാനപ്പെടുന്ന രൂപത്തിൽ ജനങ്ങൾ ഒന്നിച്ച് മുറ്റത്ത് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യും. ഇന്നലെ രാത്രി അവൾ ആരുടെയോ കൂടെ ബൈക്കിൽ പോയി. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ അഭിമാനം മുഴുവനും അന്ന് വീട്ടുമുറ്റത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യം ഉണ്ടാകും. സുഹൃത്തുക്കളെ, സൂക്ഷ്മത വേണം. പെൺകുട്ടികൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവർ പെരുമാറണം. അപ്പോൾ ഇസ്ലാമിലൊരു പെണ്ണിന് മറ്റൊരാളിനോട് വർത്താനം പറയാൻ പറ്റാതെ വർത്താനം പറയാൻ പറ്റും. ആ ആയത്തിന്റെ ബാക്കി എന്താ പറയുന്നത്? മാന്യമായ വർത്തമാനം അവർ പറഞ്ഞുകൊള്ളട്ടെ എന്നാണ്. നല്ല വാക്ക് പറയുവാനുള്ള ഒരു അനുവാദം അവിടെയുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, അന്യരോട് പെരുമാറുമ്പോൾ ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്ന് പഠിപ്പിക്കുന്നു. നമ്മളുണ്ടോ? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബ്രദേഴ്സിനോട് പെരുമാറുന്ന പോലെ തന്നെയാണോ അവരോട് പെരുമാറുന്നത്? ഈ വ്യത്യാസം സൂറത്തുൽ നൂറിലും സൂറത്തുൽ അഹ്സാബിലൊക്കെ പറഞ്ഞത് സുഹൃത്തുക്കളെ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്താൽ എനിക്ക് ഉറപ്പുണ്ട് ആ മര്യാദ പ്രകാരം മാത്രമേ ആ കുട്ടികൾ പോകുള്ളൂ. കാരണം പറഞ്ഞു കൊടുത്തുള്ള അനുഭവം നമുക്ക് അതാണുള്ളത്. രണ്ടാമത്തെ കാര്യം വേഷങ്ങളാണ് സുഹൃത്തുക്കൾ. വേഷം വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും ദേഹത്തിന് പറ്റുന്ന ഒട്ടിച്ചേരുന്ന ദേഹത്ത് ചേർന്ന് നിൽക്കുന്ന വസ്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദേഹത്ത് അയഞ്ഞ ഒരു വസ്ത്രമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അത് നമ്മൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ അറിയോ, അപകടം ദൂരെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് മര്യാദകളും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പാലിക്കണം. പരലോകത്തെ മുൻനിർത്തി ഇഹലോകവും പരലോകവും അവർക്ക് നഷ്ടപ്പെട്ടു പോകാത്ത രൂപത്തിൽ പരലോകത്തെ മുൻനിർത്തി കുട്ടികളെ വളർത്തുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും കുട്ടികളുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുമെന്നതാണ്. ഇസ്ലാമിൻ്റെ ഏത് വിഷയങ്ങളിലും ഈ അടിസ്ഥാന സന്ദേശം, നാളെ പരലോകത്തൊരു തിരിച്ചുവരവുണ്ട്, ഒരു വിചാരണയുണ്ട് എന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. സുഹൃത്തുക്കളെ, ഇസ്ലാം അനുസരിച്ച് പോയാൽ ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നോക്ക്, നിങ്ങൾ ഇഷ്ടം പോലെ ഡൈവേഴ്സാണ്. ഇന്ന് വിവാഹമോചനങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ മിനിഞ്ഞാന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചൊരു സംഭവം എന്താ പറയുക, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വളരെ മാന്യമായി ഇസ്ലാമികമായി മാത്രം അന്വേഷിച്ച് നടത്തിയ വിവാഹം. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് ആ ചെറുക്കൻ്റെയും ആ വരൻ്റെയും മാതാപിതാക്കളും ബന്ധുക്കളും അവനും ആ കുട്ടിയെ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്നത്. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലാത്ത വിധം അവർ ഡൈവേഴ്സ് ചെയ്യാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ശരിക്കും ഇവിടെ ഇസ്ലാമികമായ നിയമങ്ങൾ തന്നെയാണ് സുഹൃത്തുക്കളെ എല്ലാ കാര്യത്തിലും പരിഹാരം. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞാൻ വെറുതെ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ വായിച്ചു നോക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് അർറിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളല. ആ ആയത്തൊന്ന് മുഴുവൻ ഒന്ന് ഓതി നോക്കൂ നിങ്ങൾ. ആ ഇസ്ലാമിൻ്റെ ആ ഒരു ആ ഒറ്റ ആയത്ത് മതി. ഞാൻ പറഞ്ഞു, എന്തൊക്കെ വിവാഹ ജീവിതത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു എത്ര സമർത്ഥമായിട്ടാണ് ആ ഒരൊറ്റ വചനത്തിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങളൊന്ന് പോയിട്ടൊന്ന് അമാനുമോൻ്റെ പരിഭാഷ വെച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തത് എന്താ നിങ്ങൾ, ഒരു കുടുംബം നന്നായി പോകുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാരെങ്കിൽ പുരുഷനാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു വിവാഹം പരാജയപ്പെട്ടാൽ ആ പരാജയം ആരതാണ് സുഹൃത്തുക്കളെ? പരാജയപ്പെടുമ്പോൾ സാധാരണ ആൾക്കാർ ഇത് ഓളെ കുറ്റം കൊണ്ടാണ്, ഓൻ്റെ കുറ്റം കൊണ്ടാണ്, ഓൻ്റെ കുറ്റം കൊണ്ടാന്നാ പറയാം. എന്താ ഓൻ്റെ കുറ്റം കൊണ്ട്? ആ വിവാഹം പരാജയപ്പെടാതെ പൂർത്തിയാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാരും? പുരുഷനാണ്. അത് നേരെ കൊണ്ടിടക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അവനാണ്.
ആ ലീഡർഷിപ്പ് അല്ല കൊടുത്തതിന് നിങ്ങൾ ഒരാൾ നോക്കിയാലേ ഒരു കാര്യം മുന്നോട്ട് പോവുള്ളൂ. അതാണ് അർരിജാലു ഖവ്വാമൂന അലന്നിസാ. പക്ഷെ അവിടെ പടച്ചോൻ വെച്ചൊരു നിബന്ധന ഉണ്ട്, അത് ഇന്ന് വരെയും പാലിക്കപ്പെട്ടിട്ട്. ഞാൻ വെറുതെ നിങ്ങളോട് പറയണം, നമ്മളെ പെണ്ണുങ്ങളൊക്കെ വാശി പിടിക്കും. കുട്ടികളെ കല്യാണം നടക്കുമ്പോൾ എന്തായാലും നമ്മളൊരു 50 പവനം കൊടുക്കണം, 100 പവൻ കൊടുക്കണം, 200 പവൻ കൊടുക്കണം. സുഹൃത്തുക്കളെ, കൊടുക്കണീനൊന്നും പ്രശ്നമല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, 200 പവൻ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയെന്ന് നിങ്ങൾ ഈ ലക്ഷം രൂപ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പണം ഇങ്ങനെ കണ്ട ആർക്കും മോഹം ഉണ്ടാവില്ല. ഇതൊരു പ്രശ്നമാണ്. ഈ കുട്ടികളെ ജീവിതത്തിലൊരു പ്രശ്നമാണ് ഈ പൈസ. തീരുമാനമാകാത്തൊരു പൈസയാണ്. തീരുമാനമാകാത്ത പൈസ. ഇത് അവൻ്റെതാച്ചാൽ അവൻ്റെതല്ല, അവളതാച്ചാൽ അവളതല്ല, വാപ്പാൻ്റെതാച്ചാൽ വാപ്പാൻ്റെതും അല്ല. ആരാ പിന്നെ ഇത് കൈകാര്യം ചെയ്യുക? സത്യം പറഞ്ഞാൽ എന്താ നിങ്ങൾ, ഈ പണം യഥാർത്ഥത്തിൽ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 200 പവൻ തന്നാൽ എനിക്കത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ എന്താണ് സുഹൃത്തുക്കളെ, 200 പവൻ ഞാൻ അവിടെ എടുക്കുന്ന വാങ്ങിയിട്ടുള്ള ഒരു അടിമത്വം. അതാണ് ആ പ്രശ്നം. അതിനാണ് ആ തരുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചപ്പോൾ അവർ വാവും വിധം പറഞ്ഞു ഒന്നും തരരുത്. അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ബോക്സ് 200 പവൻ്റെ സ്വർണം അവൻ്റെ വീട്ടിൽ കൊടുത്തു കൊടുത്തപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, നമ്മൾ തെറ്റൊന്നും വേണ്ട, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളോട് ചീത്ത വരാമെന്നൊന്നും വിചാരിക്കരുത്. ഇത് നിങ്ങളെ കുട്ടിക്കുള്ളതല്ലേ, നിങ്ങളെ മോൾക്കുള്ളതല്ലേ, നിങ്ങളെ മോൾക്കുള്ളത് ഭദ്രമായി നിങ്ങളെ വീട്ടിൽ വെച്ചോളി, ഓൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം അവരെ തന്നെ ഏൽപ്പിച്ചു. ഒരു പ്രശ്നമില്ല. നേരത്തെ നിങ്ങളിത് ഇവിടെ വെച്ചാൽ എന്ത് ചെയ്യും? ഇത് ഞങ്ങളെ തൊട്ടല്ലേനും നിങ്ങളെ തൊട്ടല്ലേനും ഉത്തരവാദിത്വം നമ്മളെ മകന് വരും ചെയ്യും. ദയവ് വിചാരിച്ച് ഇങ്ങനെ ചെയ്യരുത്. നോക്ക് നിങ്ങൾ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മേൽ അധികാരം കിട്ടുന്നത് അവൾക്ക് വേണ്ടി അവൻ ചിലവഴിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫളലല്ലാഹു ബഅ്ലുഹും അലാ ബഅ്ദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. സമ്പത്ത് ചെലവഴിച്ചാൽ മാത്രമേ ഉണ്ടാവൂ. സുഹൃത്തുക്കളെ, പണമാണ് ചെലവഴിക്കുക. ഞാൻ ആണുങ്ങളോട് പറയാണ്, ആണുങ്ങളുടെ രക്ഷിതാക്കളോട് പറയാണ്, ഒരു കാരണവശാലും സുഹൃത്തുക്കളെ ഭാര്യ വീട്ടിൽ നിന്ന് നിങ്ങൾ നിവൃത്തിയില്ലെങ്കിലല്ലാതെ വായ്പ പോലും വാങ്ങരുത് എന്ന് ഞാൻ പറയണത്. ആ വിധേയത്വം തൻ്റെ ഇടത്തോടെ ജീവിക്കുന്ന നിങ്ങളുടെ ഒരു മകൻ്റെ കഴുത്തിലും കാലിലും ചെങ്ങലയിടുന്നതാണത്. ഇസ്ലാം വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ടെന്താ, ഈ പണത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഡൈവേഴ്സായ എത്രയോ കേസുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏത് മുതലാളിമാരെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാലും ഒരു തരി സ്വർണം, അവൾക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് സാധനമല്ലാത്ത ഒരു സ്വത്തും ഞങ്ങളുടെ പേരിൽ വെച്ച് കെട്ടരുത് എന്ന് പറയാനുള്ള തൻ്റെ ഇടമാർക്കുണ്ടോ? അവളെ മര്യാദക്ക് കൊണ്ടടക്കാം. എന്താ ഞാൻ ആ മാനാഭിമാനമുണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ കല്യാണം ഇന്ന് കഴിഞ്ഞ് നാളെ എൻ്റെ ഒരു 4 രജിസ്ട്രേഷൻ കാറ് കാണുമ്പോൾ ഞാൻ വാങ്ങിയ കാറാണ്, എന്നാലും നാട്ടിലെന്താ പറയാ, നിങ്ങൾ അവളെ വീട്ടിൽ തന്നാന്നാ പറയുന്നത്. അല്ലെ, അതല്ലേ പറയുള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് അന്നൊരു കാറ് ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങിയാണ്. പിറ്റേ നേരം എന്നെ കാറ് കണ്ട നാട്ടിലെന്താ പറയാ, നിങ്ങൾ അവൻ്റെ ഭാര്യ വീട്ടിൽ കൊടുത്താന്നാ പറയാം. സുഹൃത്തുക്കളെ, അഭിമാനത്തോടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവന് പോലും പറ്റാത്ത കാര്യമാണ് അടുത്ത ഓരോ വാക്കും. പിന്നെന്താണ് ആ ആയത്ത് പറഞ്ഞങ്ങൾ, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഒരു വിവാഹം വിജയിക്കാൻ ഏറ്റവും അനിവാര്യമായ രണ്ടാമത്തെ കാര്യം തരങ്ങൾ പെണ്ണിന് അച്ചടക്കം വേണം. പെണ്ണിന് അച്ചടക്കം വേണം. ഫസ്സാലിഹാത്ത്, സ്വാലിഹത്ത്, ഖാനിതാതുൻ, ഖാനിതാതുൻ ഭക്തയായ സ്ത്രീ, അള്ളാഹുവിനെ സത്യസന്ധമായി പേടിച്ച് പരലോകത്തെ ഭയപ്പെട്ട് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. സുഹൃത്തുക്കളെ, സ്ത്രീകൾക്ക് അതന്നെ കൊടുക്കണം. കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരോട് നമ്മളെന്ത് പറയും, ഒരു 2 ആഴ്ച പീസ് റേഡിയോ കേൾക്കുന്ന പറയും. 2 ആഴ്ച പീസ് റേഡിയോ കേട്ട് വന്നാൽ പിന്നെ നമ്മളൊരു ചർച്ച നടത്തേണ്ട, കൗൺസിലിങ്ങും വേണ്ട, ഒന്നും വേണ്ട, നേരായിട്ടുണ്ടാവും. പെണ്ണുങ്ങൾക്ക് ആകെ കുത്തുബിയും പ്രസംഗവും കേൾക്കാൻ ഒരു അവസരം ഉണ്ടായി കൊടുത്താൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയും നന്നാവും. പടച്ചോൻ പറഞ്ഞതിൻ്റെ കരച്ചിൽ ആ ദീനിയായ അച്ചടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആയത്തൊന്ന് പൂർണ്ണമായി വായിച്ചാൽ നമുക്കറിയും. സുഹൃത്തുക്കളെ, ഇസ്ലാമികമായ മര്യാദകളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അള്ളാഹ് സൂക്ഷിക്കാൻ പറഞ്ഞതിനെ സൂക്ഷിക്കാം. പരലോകത്തിലുള്ള വിശ്വാസം മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ രംഗങ്ങളെയും നിയന്ത്രിക്കുകയാണെങ്കിൽ അത് ശരിയാവും, അല്ലാത്തതൊക്കെ അപൂർണമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ദീൻ ശരിക്ക് പഠിക്കാനും ദീൻ്റെ ശരിക്കുള്ള ആശയങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാം. എല്ലാറ്റിൻ്റെയും പരിഹാരം ഈ ആയത്തിൻ്റെ ബാക്കി പറയുന്നത് എന്താ കാര്യങ്ങൾ, അഥവാ ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണം, അതൊക്കെ ഒറ്റ ആയത്താണ്. എല്ലാം ഒരേ ആയത്തിലാണ്.
എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിൻ്റെ സമ്പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോയാൽ മാത്രമേ ഇനിയുള്ള നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ. നമ്മൾ ഇന്നിപ്പോൾ ഈ തെസ്കിയ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദീന് ആളുകൾക്ക് നിർലോഭമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. വേറെ ഒന്നും നമ്മൾ ചെയ്യണില്ല. നമ്മളെ എതിരാളികളായ ആളുകൾ എന്തൊക്കെയോ ആരോപണങ്ങളും ആക്ഷേപണങ്ങളും നമ്മളെപ്പറ്റി പറയുന്നുണ്ട്, എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പലരും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മൗനം ദീക്ഷിച്ച് നാം നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. ശരിക്കുള്ള ദീൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ റേഡിയോ അതാ നിർവഹിക്കണം. ഇപ്പോൾ റേഡിയോക്ക് ഒരു ചെറിയ പ്രത്യേകത കൂടി ഇപ്പോൾ ഉണ്ട്. പണ്ടൊക്കെ റേഡിയോ നമ്മൾ പീസ് റേഡിയോ തുറന്നു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള പരിപാടി ആവില്ല ആ സമയത്ത് ഉണ്ടാകുക. പിന്നെ ആ സമയത്തിലെ പരിപാടി നമ്മൾ കേൾക്കാൻ നിർബന്ധിതരാകും. ഇപ്പം അങ്ങനെയല്ല. റിവൈൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടണും കൂടെ നമ്മൾ പുതിയതായിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടി, നിങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത് ഇഷ്ടം, ഹൃദയവസന്തമാണെങ്കിൽ അത് കേൾക്കുക, പുലരിവട്ടാണെങ്കിൽ അത് കേൾക്കുക, അതല്ലെങ്കിൽ പിന്നെ ആനുകാലികമായ കാര്യങ്ങളാണെങ്കിൽ അത് കേൾക്കാം. എന്താണോ കേൾക്കേണ്ടത് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ റേഡിയോ നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ എല്ലാവർക്കും അത് പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മളത് ഏറ്റെടുക്കുക. നമ്മുടെ ലേണിംഗ് ക്ലാസ്സുകളിലൂടെ നമ്മൾ ശരിയായി നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടി നമ്മൾ വരിക, നമ്മുടെ സിആറുകളിൽ പങ്കെടുക്കുക, നമ്മുടെ പ്രോഫ്കോൺ എവിടെയൊക്കെ നമ്മൾ ദീന് ഓരോ ഏജ് അനുസരിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ശരിക്ക് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ അവസാനത്തിൽ ഓർമ്മപ്പെടുത്തണം. അള്ളാഹു ഈ ഒരു ദീനിൻ്റെ പേരിൽ ഇത്രയും നല്ല ഒരു സംരംഭം, ഒരു സ്റ്റേജൊക്കെ കെട്ടി എല്ലാവരെയും വിളിച്ച് വളരെ നല്ല ഒരു സൗകര്യത്തോടു കൂടെ ആ ദീനിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ഈ പള്ളി വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും നല്ലൊരു ഗംഭീര പരിപാടിയാണ്. ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടാവണം. ഈ നാട്ടിലുള്ള ആളുകളുമായി ദീനിയായ പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടുത്തെ ആളുകൾ ബന്ധപ്പെടണം. ഇവിടുത്തെ ഖുതുബകളും മദ്രസകളും എല്ലാ കാര്യങ്ങളും ഈ നാട്ടുകാരെ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയേണ്ടത്. അള്ളാഹു ഈ കൂടിച്ചേരൽ ഒരു നന്മയായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഉത്ബോധനമായി ഇത് നമ്മുടെ ജീവിതത്തിൽ ഫലപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ